നമ്മളിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളിലൊന്നാണ് ഈ ക്വാണ്ടം ഐഡിയോളജി എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇതിൻ്റെ സാന്നിധ്യം എല്ലാ ഫീൽഡിലും ഉണ്ട്. കാരണം നമ്മൾ കാണുന്ന കമ്പ്യൂട്ടറുകളിൽ, നമ്മുടെ മുമ്പിൽ കാണുന്ന മെഡിസിനുകളിൽ, നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളിലേക്കും ഇതിൻ്റെ ഇൻഫ്ലുവൻസ് വരത്തക്ക രീതിയിലാണ് നമ്മളിതിനെക്കുറിച്ച് കേൾക്കുന്നത്. കാരണം അങ്ങനെ കേൾക്കാൻ പല കാരണങ്ങളുണ്ട്. കാരണം അത് ആ ടെക്നോളജിയുടെ സ്വീകാര്യതയാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? കാരണം ക്വാണ്ടം എന്ന പേരിൽ അല്ലെങ്കിൽ ക്വാണ്ട എന്ന ഐഡിക്ക് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ കാര്യം, അത് സബാറ്റോമിക് പാർട്ടിക്കിൾസിനെ കുറിച്ചുള്ള ആ മേഖലകളിൽ നടക്കുന്ന പഠനങ്ങളാണ്. സബാറ്റോമിക് പാർട്ടിക്കിൾ അപ്പോൾ സബാറ്റോമിക് പാർട്ടിക്കിൾസ് ലെവലിൽ ഒരു കാര്യത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ ലെവലിലുള്ള സയൻസിനെ സ്വാധീനിക്കാൻ പറ്റുന്ന എല്ലാ ടെക്നോളജികളും അതിൻ്റെ ഭാഗമാവും. അതായത് സബാറ്റോമിക് ലെവലിലേക്ക് ചുരുങ്ങാൻ പറ്റിയ ടെക്നോളജി. രണ്ടാമത്, ഈ ആശയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എനർജി അതായത് ഈ അവസ്ഥയിൽ ഉപയോഗിക്കുന്ന എനർജി പാക്കറ്റ് ആയിട്ടാണ് എന്നുള്ള ആശയമാണ്. കാരണം പാക്കറ്റ് ഓഫ് എനർജി, ആ ആശയമാണ് ഇതിൻ്റെ ഒരു ലൈഫ് എൻജിൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഓയിൽ എന്ന് പറയുന്നത്. കാരണം എനർജി പാക്കറ്റായിട്ടാണ് ഒഴുകുന്നത് എന്ന ഒരു ആശയമാണ് ഇതിൻ്റെ ഒരു ബേസിക് എന്ന് പറയുന്നത്. അതിൻ്റെ വിഷ്വൽ ഫോമിലുള്ള വിഷനാണ് നമുക്ക് തീ കത്തുമ്പോൾ ഹീറ്റ് കൂട്ടുന്നതിനനുസരിച്ച് പലതരം ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻ വരുന്ന കാര്യം. അപ്പം ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന മാനദണ്ഡം എന്ന് പറയുന്നത്. അപ്പം സബാറ്റോമിക് ലെവലിലോളം ചുരുങ്ങാൻ പറ്റുന്ന ടെക്നോളജി കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുക എന്നതാണ് കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് ഉപയോഗിക്കുന്നത്. സബാറ്റോമിക് ലെവലിലോളം ചുരുങ്ങാൻ പറ്റുന്ന ഒരു ടെക്നോളജി മെഡിസിനിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നതാണ് അതിൻ്റെ മെഡിക്കൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സബാറ്റോമിക് ലെവലോളം ചുരുക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജി ഇൻഫർമേഷൻ്റെ ട്രാൻസ്ഫറിന് ഉപയോഗിക്കുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ആ രീതിയിൽ ഇൻഫർമേഷൻ്റെ കൈമാറ്റത്തിലുള്ള പ്രത്യേകത, ഉപയോഗം. അങ്ങനെ ഏതെല്ലാം ഫീൽഡിൽ അതിൻ്റെ ഏറ്റവും ബേസിക് യൂണിറ്റായ ആറ്റത്തിൽ ചെന്നിട്ട് ആ ആറ്റത്തിനുള്ളിൽ കിടക്കുന്ന പാർട്ടിക്കിൾസുകൾക്ക് മൂവ്മെൻ്റ് ഉണ്ടാക്കി അതിൽ നിന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു മേഖലയിലേക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാക്കി മാറ്റാൻ പറ്റുന്ന സാഹചര്യങ്ങൾ എവിടെയൊക്കെയുണ്ടോ അവിടെയെല്ലാം ഈ സയൻസ് ഉപയോഗിക്കും. ഒപ്പം ഈ സയൻസിന് ഒരുപാട് പരിമിതികളുണ്ട്. ഈ പരിമിതികളെ മാറ്റി മറിച്ചും ശരിയാക്കിയെടുക്കാനാണ് ഇതിൻ്റെ ശ്രമം.